ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 9 ചാപ്റ്റർ 3 കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ആണ്. നമ്മളിതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസും നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് CBSE ക്ലാസ് 9 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ എൻ്റെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ ചോദ്യം. റൈറ്റ് ദ ആൻസർ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസുകളുടെയൊക്കെ ആൻസറുകൾ നമ്മൾ പറയണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ ഡ്രോൺ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ഓഫ് എനി പോയിന്റ് ഇൻ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ? അതായത് നമ്മളൊരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ വരക്കുന്ന ഹൊറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും വരക്കുന്ന ലൈനുകളുടെ പേരെന്താണെന്നാണ് ചോദ്യം. ഹൊറിസോണ്ടൽ ലൈനിനെ നമ്മൾ പറയുന്ന പേരെന്താ? എക്സ് ആക്സിസ്. വേർട്ടിക്കൽ ലൈനിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഇറ്റ്സ് വൈ ആക്സിസ്. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈനിനെ എക്സ് ആക്സിസ് എന്നും വേർട്ടിക്കൽ ലൈനിനെ നമ്മൾ വൈ ആക്സിസ് എന്ന് പറയും. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ഈച്ച് പാർട്ട് ഓഫ് ദ പ്ലെയിൻ ഫോംഡ് ബൈ ദിസ് ടു ലൈൻസ്? ഈ രണ്ട് ലൈനുകൾ കൊണ്ട് ഫോം ആയിട്ടുള്ള ഈച്ച് പാർട്ടുകളുടെ പേരുകൾ എന്താന്നുള്ളതാണ് ചോദ്യം. 4 പാർട്ടുകളാണ് അവിടെ ഉണ്ടാവുക. അതിനെ നമ്മൾ പറയുന്നത് ക്വാഡ്രൻസ് എന്നാണ് പറയുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വാഡ്രൻറ്റ് എന്നാണ് നമ്മൾ അതിന് പേര് പറയുന്നത്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്നും പറയാം. ഓക്കെ, മൂന്നാമത്തെ അവിടെ വന്നോ. റൈറ്റ് ദ നെയിം ഓഫ് ദ പോയിന്റ് വേർ ദിസ് ടു ലൈൻസ് ആർ ഇന്റർസെക്ട്. ഈ രണ്ട് ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഒറിജിൻ. ഓക്കെ, ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഒറിജിൻ. നമുക്ക് ഇവിടെ നിന്ന് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് ഒറിജിൻ? ഒറിജിൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? 0 0. ദെൻ വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ വൈ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്? എക്സ് ആക്സിസിലുള്ള പോയിന്റിൻ്റെ ഒരു വൈ കോർഡിനേറ്റ്, എക്സ് ആക്സിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് എത്രയാണ്? 0 ആണ്. ഇനി വൈ ആക്സിലാണ് നമ്മൾ ഏതൊരു പോയിന്റ് എടുക്കുന്നുണ്ടെങ്കിൽ, വൈ എന്ന് പറയുന്നത് ഇതാണല്ലോ, ആ വൈ ആക്സിലാണ് നമ്മളൊരു പോയിന്റ് എടുക്കുന്നത് എങ്കിൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ പല രീതികളിലും നമുക്ക് ഇവിടുന്ന് ചോദ്യം ചോദിക്കാം. ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് പറയട്ടെ, ഇതിൽ എഴുതിയിട്ടില്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ വൈ കോർഡിനേറ്റ്? വാട്ട് ഈസ് ദ വൈ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ്, y coordinate of any point on the line passing through the point 0 1 and parallel to x axis? അതായത് 0 1, എക്സിൽ 0യും വൈയിൽ 1 ആയിട്ടുള്ള 0 1 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യണം. പാസിംഗ് ത്രൂ ദ പോയിന്റ് 0 1 ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനെ പാരലൽ ആയിട്ട് മൂവ് ചെയ്യണം. Okay, what is the point y coordinate of any point on the line passing through the point 0 1 and parallel to x axis? ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ ലൈനിൽ നമ്മൾ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ y കോർഡിനേറ്റ് എത്രയായിരിക്കും? നേരെ ഇങ്ങോട്ട് വരുമ്പോൾ 1. ഇനി ഇവിടെയാണ് എടുക്കുന്നതെങ്കിലോ അവിടെയും 1. എക്സ് മാത്രമേ മാറുള്ളൂ. കണ്ടോ, എക്സ് ആണ് നേരെ ഇങ്ങോട്ട് താഴത്തേക്ക് എക്സ്ക്ക് വരക്കുമ്പോൾ എക്സ് മാറും. പക്ഷെ y എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇത് നേരെ തിരിച്ച് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് 0 1 വരക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. വൈ കോർഡിനേറ്റ് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പറയണം. പിന്നെ വേറൊരു ചാൻസ് ഈ ഭാഗത്ത് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ക്വാഡ്രൻറ്റിലെയും നമ്പേഴ്സിൻ്റെ സൈൻ ഓർത്തോളാം. ഇപ്പോൾ ഒരു നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എക്സ് പോസിറ്റീവാണ്, വൈ പോസിറ്റീവാണ്, ഇവിടെ എക്സ് നെഗറ്റീവാണ്, വൈ നെഗറ്റീവാണ്. അപ്പോൾ ഈ ക്വാഡ്രൻറ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്നുണ്ടെങ്കിൽ ബോത്ത് നമ്പർ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്നുണ്ടെങ്കിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആവും. കാണോ, എക്സ് ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ വൈ പോസിറ്റീവ്. ഇനി ഇവിടെ വരുമ്പോഴോ എക്സും നെഗറ്റീവാണ്, വൈയും നെഗറ്റീവാണ്. ഇവിടെ വരുമ്പോഴോ എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നോക്കിയിട്ട് നമ്മൾ ഏത് ക്വാഡ്രൻറ്റിലാണ് പറയണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 - 3 ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരുന്നത് എവിടെയാണ്? ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ്. ഓക്കെ, ഇനി -3 5 ആണെന്നുണ്ടെങ്കിലോ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും വരുന്നത് എവിടെയാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ ഈ സൈനുകളും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിനാണെന്നുണ്ടെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും. ഈ സിമ്പൽ നോക്കിയാൽ മതി. ഇവിടേക്കാണല്ലോ നമ്മൾ എക്സ് നോക്കുന്നത്, വൈ ഇങ്ങോട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എക്സ് നെഗറ്റീവാണ്, വൈ നെഗറ്റീവാണ്. ഇവിടെ എക്സ് പോസിറ്റീവാണ്, വൈ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യുക, ഒന്ന്
ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വരുന്ന ചാൻസ് ഉള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ റൈറ്റ് ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ പറയുന്ന ഓരോന്നിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ എഴുതണം. നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഈ പിക്ചർ നോക്കിയിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആൻസറുകൾ നമ്മൾ ചെയ്യണം. നമുക്ക് ഈ ചാപ്റ്ററിലാകെ കുറച്ച് ക്വസ്റ്റ്യൻസുകളേ ഉള്ളൂ. ഈ ഒരു എക്സസൈസാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഫസ്റ്റത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കാനും അതൊരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. അത് ഞാൻ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഇതിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ചോദിക്കുന്നത് കോർഡിനേറ്റ് ശരിക്കും ശ്രദ്ധിക്കണേ. കോർഡിനേറ്റ് എന്ന് പറയുന്ന ആളുണ്ട്, ഓർഡിനേറ്റ് എന്ന് പറയുന്ന ആളുണ്ട്. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് ആണ്. നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് കോർഡിനേറ്റ് ആണ്. കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എക്സും വൈയും ഉണ്ടാവും. കോർഡിനേറ്റ് ഓഫ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ് നോക്കിയേ. കോർഡിനേറ്റ് പറയുമ്പോൾ ആദ്യം എക്സ് എടുക്കണം, നേരെ എക്സിലോട്ട് നോക്കുക, എത്രയാ -5. പിന്നെ വൈയിലോട്ട് നോക്കുക, എത്രയാ 2. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് ബി എത്രയാണ്? -5 2 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ദ കോർഡിനേറ്റ് ഓഫ് സി. സിയുടെ കോർഡിനേറ്റ് ആണ് പറയുന്നത്. സി ആദ്യം നമ്മൾ എക്സിലേക്കാണ് നോക്കേണ്ടത് എപ്പോൾ കേട്ടോ. ഇവിടുന്ന് നേരെ എക്സ് ആക്സിലോട്ട് 5, ഇവിടുന്ന് നേരെ വൈ ആക്സിലോട്ട് -5. സോ സി വി ക്യാൻ സേ ദാറ്റ് 5 -5. ഓക്കെ. ദെൻ അടുത്ത് ദ പോയിന്റ് ഐഡന്റിഫൈ ബൈ ദ കോർഡിനേറ്റ് -3 -5. -3 -5 വരുന്ന പോയിന്റ് ഏതാണ് ചോദ്യം. അപ്പോൾ എക്സ് -3 ഇതാ ഇങ്ങനെ പോണ ലൈന്, വൈ -5 ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ആണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേതാ? ഇ ആണ്. ഓക്കെ. ഇനി അടുത്ത് ദ പോയിന്റ് ഐഡന്റിഫൈ ബൈ ദ കോർഡിനേറ്റ് 2 4. എക്സിൽ 2 4 അല്ല 2 -4. എക്സിൽ 2, വൈയിൽ -4 ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സൈഡിലോട്ട് വരക്കാവട്ടെ, ഇപ്പുറത്തേക്കൊന്നും വരക്കരുത്. ആ രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്ന ക്വാഡ്രന്റിലോട്ട് വരക്കുക. അപ്പോൾ അവിടെ ഏതാണ്? ജി ആണ് അല്ലെ. ഇനി അടുത്തത് 4 കഴിഞ്ഞ് 5-മത്തെ ആപ്സിസ. ശരിക്കും ശ്രദ്ധിച്ചോണേ, എന്താണ് ആപ്സിസ? ആപ്സിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റിനെയാണ് നമ്മൾ ആപ്സിസ എന്ന് പറയുന്നത്. ആപ്സിസ ഓഫ് ദ പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ ആപ്സിസ അഥവാ എക്സ് കോർഡിനേറ്റ് എത്രയാ? 6 ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കോർഡിനേറ്റ് പറഞ്ഞപ്പോൾ ഓർഡിനേറ്റ് എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ട്. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസ് ആണ്. ദ ഓർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് എച്ച് എന്ന് പറയുന്ന പോയിന്റിന്റെ ഓർഡിനേറ്റ് അഥവാ വൈ കോർഡിനേറ്റ് ഇറ്റ്സ് -3. ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് എൽ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ഇവിടെയാണ് എൽ കിടക്കുന്നത്. അപ്പൊ നേരെ എക്സിലോട്ട് നോക്കുക, എക്സ് എത്രയാണ്? 0. അല്ലെങ്കിൽ വൈ ആക്സിൽ വരുമ്പോൾ എക്സ് കോർഡിനേറ്റ് 0 എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ വൈ 5, സോ ഇറ്റ്സ് 0 5. ദെൻ ലാസ്റ്റ് വൺ ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് എം എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ഇതാണ് എം. ഇവിടെ എക്സ് ആക്സിസിലാണ് എം കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ വൈ കോർഡിനേറ്റ് ആണ് 0 വരിക. സോ എക്സ് കോർഡിനേറ്റ് -3 ആണ്, വൈ കോർഡിനേറ്റ് നേരെ നോക്കിയേ, വൈ എത്രയാ? 0. സോ -3 0 എന്നാണ് എമ്മിൻ്റെ കോർഡിനേറ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ചോദ്യങ്ങളും അതിലില്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസുകളും ഞാൻ പറഞ്ഞു. അഥവാ ക്വാഡ്രന്റിൽ വരുന്ന പോസിറ്റീവ്, നെഗറ്റീവ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതും അതേപോലെ ഇത് വരയ്ക്കാനും പഠിച്ചു വെക്കണം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഒരു പോയിന്റ് തരികയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് തന്നു, 2 4 ആണ് പോയിന്റ് എന്ന് കരുതാം. ഇങ്ങനെ ഒരു ആക്സിസ് വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? 2 4 ഇവിടെയാണ്. ഇതിന് രണ്ടൊന്നും ലൈൻ വരക്കുമ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് രണ്ടും കൂട്ടിമുട്ടുക? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന സ്കെയിൽ വെച്ച് വരക്കണം കേട്ടോ. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് 2 4 എന്ന് പറയുന്നത്. ഇനി -4 ആണെന്നുണ്ടെങ്കിലോ, എക്സിൽ -4 ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും 4 ഇവിടെയാണ് ഇത് രണ്ടും കൂട്ടിമുട്ടുക. അപ്പോൾ ഈ പോയിന്റാണ് -4 4 എന്ന് പറയുന്നത്. അങ്ങനെ പോയിന്റുകൾ മാർക്ക് ചെയ്യണം. പക്ഷേ പോയിന്റുകൾ മാർക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ പോയിന്റുകൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്തും പഠിച്ചോളാം. ഓക്കെ ആണല്ലോ? എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ. സോ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ ഇതിലുള്ളൂ. കോർഡിനേറ്റ് ആക്സസും അതേപോലെ തന്നെ കോർഡിനേറ്റ് ആക്സസിലെ ആപ്സിസ, അതേപോലെ കോർഡിനേറ്റ്, അതേപോലെ ക്വാഡ്രന്റ്, ഒറിജിൻ, എക്സ് ആക്സസ്, വൈ ആക്സസ്, ഈ കുറച്ച് കൺസെപ്റ്റുകൾ മാത്രമേ ഇതിലുള്ളൂ. സോ അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ സൂൺ. ബൈ ബൈ.